അവർക്കത് നേടാൻ സാധിക്കുമെങ്കിൽ അത് ആ ഒരു പ്ലാനും പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഒന്നും മാറ്റില്ല, എല്ലാവർക്കും ഒരേ പ്ലാനാണ്. നമ്മൾ കണക്ട് ചെയ്യുന്ന വ്യക്തികളെ കൂടുതലായിട്ട് നമ്മൾ എന്താണ് ചെയ്തത് അത് അവരിലേക്ക് പാസ് ചെയ്താൽ മാത്രം മതി. അത് നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവര് ലീഡേഴ്സ് പറയും നമ്മളെടുത്ത് ഡ്രീം ബുക്ക് എഴുതി വയ്ക്കാൻ. ആ ഒരു പിക്ചർ അതും ഞങ്ങളൊരു മിറാക്കിൾ ആയിട്ടുള്ള റിസൾട്ടാണ് ഡ്രീം ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയും നമ്മളെ ഡ്രീം നമ്മളെ ഉള്ളിലുള്ളതിന്റെ അതെന്തിനാണ് മറ്റുള്ളവരേക്ക് കാണിച്ചു കൊടുക്കുന്നത്, അതെന്തിനാ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ള ഒരു വിചാരം ഉണ്ടായിരുന്നു. കുറെ കാലം ഡ്രീം ബുക്ക് പറയും, അപ്പോഴൊന്നും ഒരു ചെവി കൂടെ കേൾക്കും മറ്റേ ചെവി കൂടെ കളയും, അങ്ങനെയായിരുന്നു. പക്ഷെ ഒരു പ്രാവശ്യം ശ്രീദാസ്ജിയുടെ ഒരു NDO പ്രോഗ്രാം, ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായ സമയത്ത് ബാക്ക് സൈഡിൽ ഇരുന്ന ഞാൻ ഒരു 15 ഡ്രീം എഴുതി വെക്കാൻ പറഞ്ഞു. നമ്മൾ പറയില്ലേ മനല്യ മനസ്സോടെ എന്തായാലും ഒന്ന് എഴുതാന്ന് വിചാരിച്ചിട്ട് ഒരു 15 ഡ്രീം എഴുതിയപ്പോ ഏകദേശം ഒരു 10-12 ഡ്രീം പിറ്റത്തെ മാസം കയ്യിലേക്ക് കിട്ടിയപ്പോ മനസ്സിലായി നമ്മൾ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ വെറുതല്ല എന്നുള്ളതും അവരത് പ്രൂവ് ചെയ്തിട്ടാണ് നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതെന്ന് മനസ്സിലായി. അന്ന് എഴുതി വെച്ചതായിരുന്നു 50,000 ഇൻകം നേടുക എന്നുള്ളത്. അപ്പൊ അത് പിറ്റത്തെ മാസം കയ്യിലേക്ക് എത്തിയപ്പോഴും അപ്പൊ വിശ്വാസമായി. പിന്നെ ഒരു സ്കൂട്ടി, നമ്മുടെ ചെറിയ ചെറിയ ഡ്രീമുകൾ എഴുതി വെച്ചപ്പോൾ അത് 2-3 മാസം കൊണ്ട് കയ്യിലേക്ക് എത്തിയപ്പോ അന്ന് എഴുതി വെച്ചതായിരുന്നു ഫ്ലൈറ്റിൽ കയറുക എന്നുള്ളത്. പാസ്പോർട്ട് പോലും എടുത്തിട്ടില്ല, എന്നിട്ട് എഴുതി വെച്ച ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റിൽ കയറുക എന്നുള്ളത്. കഴിഞ്ഞ വർഷത്തെ തായ്ലൻഡ് ട്രിപ്പിലേക്ക് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഫ്രീ ആയിട്ട് തായ്ലൻഡിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കാറ് വാങ്ങാനുള്ള അവസരം നമ്മളവിടെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. കാറ് എന്ന് പറഞ്ഞാൽ ഒരു ചെവി കൂടെ കേൾക്കും, അതും അങ്ങനെ തന്നെയായിരുന്നു. ഇതൊക്കെ നമുക്ക് ഒരു ജോലിയിൽ നിന്ന് ഇന്നത്തെ കാലത്ത് 1 ലാക്ക് നേടുക എന്ന് പറയുന്നത് എല്ലാവർക്കും നിസ്സാരമായിരിക്കും. പക്ഷെ ആ 1 ലാക്ക് കൊണ്ട് നമുക്കൊരു സേവിങ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇന്നത്തെ ഗോൾഡിന്റെ റേറ്റ് തന്നെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവാം. നമ്മൾ വേണ്ടപ്പെട്ട ഒരാളുടെ കല്യാണം വന്നു കഴിഞ്ഞാൽ ആ 1 ലക്ഷം അങ്ങനെ പോയി. നമ്മൾ പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മുടെ ചെലവ് കാര്യങ്ങളൊന്നും അതൊന്നും കഴിഞ്ഞു പോയില്ല എന്നത് ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ട്രിപ്പ് പോകാനും കാറ് വാങ്ങാനും വീട് വയ്ക്കാനും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡാണ് നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റാർ ലെവല് മെയിൻറ്റെയിൻ ചെയ്തത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരു 10 ലക്ഷം രൂപയുടെ കാറും ഞങ്ങളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അനീഷേടം കഴിഞ്ഞ ഇതില് മേഡം പറഞ്ഞ പോലെ തന്നെ ദുബായ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ക്രൂയിസില്. അത് ഞങ്ങളുടെ ഡ്രീമിലുള്ള പിക്ചർ ആ ഒരു ഒട്ടിച്ച് വെച്ചിരുന്ന ഒരു കപ്പലിന്റെ ചിത്രം. അപ്പൊ ഈ ഒരു ഡ്രീം ബുക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങളെ ലീഡർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളത് ഫോളോ ചെയ്യുക. എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ കിട്ടിയിട്ടാണ് നിങ്ങൾ എടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവരെ കണ്ണടച്ച് ആരാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അവരെ കണ്ണടച്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. ഇനിയിപ്പോൾ നമ്മൾ എഴുതി പോവുകയാണെന്നുണ്ടെങ്കിലും ഒരു 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഗ്രോത്ത് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ എത്രമാത്രമാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. വിഷ്